വനം വകുപ്പൊക്കെ കയറി കേസെടുക്കുന്നത് കണ്ടാൽ വീരപ്പനെ പിടിക്കുന്നതിനേക്കാൾ ആവേശമൊക്കെ കാണുന്നത് അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇയാളെ പേരിലുള്ള 2 കേസാണ്. ഒന്ന് കഞ്ചാവ് കയ്യിൽ വെച്ചു, 6 ഗ്രാമിന് താഴെയാണ് ഇയാൾ വച്ചു എന്ന് വകച്ചു. രണ്ടാമത്തേത് പുലിനകം. അതൊരു വിചിത്രമായിട്ട് എനിക്ക് തോന്നുന്നു. വേടൻ എന്തായാലും കാട്ടിൽ പോയി പുലിയെ പിടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പുലിനകമൊന്നും എടുത്തതല്ലല്ലോ. ഉന്നതമായ ഉദ്യോഗസ്ഥലത്തിൽ നിന്നും ആരുടെയോ വികലമായ മനസ്സോ മറ്റേതോ താല്പര്യം ഈ പയ്യനെ കൊടുക്കണമെന്നുള്ളതുണ്ട്. നമസ്കാരം. റാപ്പർ വേടൻ ഇപ്പോൾ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രസ്താവനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസാണ്. ഇപ്പോൾ വേടൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് കഞ്ചാവ് കേസിലും. അതുകൂടാതെ ഈ പുലിനകമോ പുലിപ്പല്ലോ എന്നുള്ള വിവാദങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നു. ഇതിനേക്കാൾ വലിയ മീനുകൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. ചില പ്രമുഖർ ഉൾപ്പെടെ അവരെയൊന്നും പിടിക്കാതെ എന്തിനാണ് വേടനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. എന്താണ് പ്രതികരിക്കാറുള്ളത്? നമ്മൾ വേടനിപ്പോൾ ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട ആളോ അല്ലെങ്കിൽ പട്ടികജാതിപ്പെട്ടവർക്ക്, എനിക്ക് കറക്റ്റ് അയാളുടെ ജാതി അറിയില്ല, പെട്ടൊരു ആളാണ്, കുട്ടിയാണ്. അപ്പോൾ അത് ഒരു വശത്ത് നിൽക്കുന്നു. അതിൻ്റെ ഒരു അസ്വസ്ഥത സമൂഹത്തിനുണ്ടാവും സ്വാഭാവികമായിട്ട്. പക്ഷേ ഇത് വേടനയുടെ മാത്രമല്ല, കേരള സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ, ഒരാൾ പൊങ്ങി വരുമെങ്കിൽ നമ്മൾ അവനെ അടിച്ചിരിക്കും, അടിച്ചവനെ കിടത്തിയിരിക്കും. അപ്പോൾ ആ അടിച്ച് കിടത്തിയാലും കിടക്കാൻ പറ്റാത്ത രീതിയിൽ വളർന്ന് വന്നിട്ടേ ആൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, യഥാർത്ഥ പെർഫോമൻസ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ നായകനായെന്ന് വരിക ഒരു സിനിമയിലെ ഒരാൾ, പിന്നെ അയാൾ വലിയ ചിത്രങ്ങളിലൊന്നും നായകനെന്താ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. ആദ്യത്തെ ഇപ്പോൾ മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ചെറിയൊരു വില്ലനായി വന്ന് ചെറിയ റോളിൽ വന്ന് പിന്നെ വളർന്നാണ് എത്രയോ സിനിമ ചെയ്തതിനു ശേഷമാണ് മോഹൻലാലിൻ്റെ വലിയ സിനിമ വരുന്നത്. പക്ഷേ ആദ്യമേ വലിയ സിനിമയാണ് ചെയ്തിരുന്നെങ്കിൽ സിനിമയൊന്നും വരത്തില്ല. കാരണം അങ്ങനെ ഒരു കൾച്ചറുണ്ട് നമുക്ക്, ഈ ഒരു കച്ചട കൾച്ചറാണ്, നമ്മൾ അടിച്ചിടും. രണ്ടാമത് ഇയാളെ പേരിലുള്ള 2 കേസാണ്. ഒന്ന് കഞ്ചാവ് കയ്യിൽ വെച്ചു, 6 ഗ്രാമിന് താഴെയാണ് ഇയാൾ വച്ചു എന്ന് വകച്ചു. ഒരുവിധപ്പെട്ട സിനിമാ നടന്മാരും കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ എന്ത് ചെയ്യും, സിഗരറ്റോ കഞ്ചാവോ എന്തെങ്കിലുമൊക്കെ വലിക്കും. MD വാസുദേവൻ നായർ നന്നായി സിഗരറ്റ് വലിക്കുന്ന ആളാണ്. അതിനകത്ത് ഇനി എന്തൊക്കെ ഉണ്ടോ നമുക്കറിയത്തില്ല, മരിച്ചു വരാനോട് ഞാൻ പറയുന്നില്ല. വൈക്കം മുഹമ്മദ് ബഷീർ, നിങ്ങൾ ആരും എടുത്തുള്ളൂ, തോപ്പിൽ വാസി, എല്ലാവരും ഇത് ഉപയോഗിക്കും. അപ്പോൾ ഇയാളിത് ബിസിനസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇയാൾ ഇതിൻ്റെ വീട്ടിൽ കോടിക്കണക്കിന് ടൺ കിട്ടിയിട്ടില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതൊരു വിഷയം. അതുകൊണ്ട് അതിനെ എങ്ങനെ കാണണമെന്നുള്ളത് നമ്മൾ ഇരിക്കും. രണ്ടാമത്തേത് പുലിനകം. അതൊരു വിചിത്രമായിട്ട് എനിക്ക് തോന്നുന്നു. എന്തറിയാമോ, ഒരുപാട് ആളുകൾ പുലിനകത്തിൻ്റെ എന്തിട്ടിട്ടുണ്ട്, പിന്നെ മാല ഇട്ടിട്ടുണ്ട്. ഉത്സവപ്പറമ്പുകളിലും, എല്ലാ ഉത്സവപ്പറമ്പിലും ഇല്ല, പല ഉത്സവപ്പറമ്പുകളിലും പല സ്ഥലങ്ങളിൽ ലാടന്മാരുണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നത് ലാടന്മാരെന്ന് പറയുന്നത്. അവരെ കൈവശം എന്തുണ്ട്, ഈ പുലിനകമുണ്ട്. വേടൻ എന്തായാലും കാട്ടിൽ പോയി പുലിയെ പിടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് പുലിനകമൊന്നും എടുത്തതല്ലല്ലോ. അപ്പോൾ പോലീസ് പിടിച്ചു എന്ന് വിചാരിക്കുക. ഒരു 29 വയസ്സുകാരനെ 28 വയസ്സുകാരനെ പോലീസ് പിടിച്ചു. കഞ്ചാവ് കേസിലാണല്ലോ പിടിച്ചത്. പിടിച്ചു കഴിയുമ്പോൾ അവൻ്റെ കഴുത്തിൽ എന്ത് കിടക്കുന്നു, ഒരു മാല കിടക്കുന്നു. ഇതെവിടെ നിന്ന് കിട്ടി, അതിനടുത്തുനിന്ന് കിട്ടി, ശരി നീ ഇത് ഉപയോഗിക്കരുത് ഇനി എന്ന് പറഞ്ഞ് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ അവൻ്റെ അമ്മ ശ്രീലങ്കയിലാണോ, ഇവന് കൊടുത്ത ആളെവിടെയാണ്, കൊടുത്ത ആൾ UK ഇനി എവിടെ നിന്നാണ്, ഇനിയിപ്പോൾ അന്വേഷിച്ചത് ഏത് പുലിയുടേതാണ്, ഏതോ പുലിയുടേതാണല്ലോ. ആ പുലിയെ കണ്ടുപിടിച്ച് പുലിയെ എവിടെ വെച്ച് എന്തായത്. അപ്പോൾ ഈ പയ്യൻ ഇവൻ ഞാൻ പറഞ്ഞത് കുറച്ച് റെസ്പെക്റ്റ് ഇല്ലാതല്ല, ഞാൻ പ്രായം കുറഞ്ഞ് എൻ്റെ മകൻ്റെ പ്രായമില്ല അവൻ്റെ അർത്ഥത്തിൽ പറയും. അപ്പോൾ ഇയാൾ പറയുന്നതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. അത് ദളിത് രാഷ്ട്രീയം മാത്രമൊന്നുമല്ല. പലരും ഇവിടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടിക്കുന്നത് ദളിത് രാഷ്ട്രീയം ഒന്നുമല്ല. അയാളൊരു അധസ്ഥിത വിഭാഗത്തിൻ്റെ, ഏത് സമുദായത്തിൽപ്പെട്ട അധസ്ഥിത വിഭാഗവും സമൂഹത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പുള്ളി പല രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കൊരു പിന്നെ നല്ല പ്രസൻറ്ററാണ്, കാര്യങ്ങൾ ഞാൻ പല വീഡിയോസും കാണുന്ന ആളാണ്, നന്നായി പ്രസൻറ്റ് ചെയ്യുന്ന ആളാണ്. പിന്നെ ആഡിയൻസിന് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ റാപ്പ് മ്യൂസിക്കിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ മ്യൂസിക് നമ്മൾ കേൾക്കുകയല്ലേ ചെയ്യുന്നത്, ചെവി കൊണ്ട് കണ്ണടച്ചൊക്കെ കിടന്നുകൊണ്ടാണല്ലോ നമ്മൾ ഇയർഫോണൊക്കെ വെച്ച് കണ്ണടച്ച് കിടന്നുകൊണ്ട് പാട്ടൊക്കെ കേട്ടുകൊണ്ടിരുന്നത്. ആ കാലം പോയി. ഇപ്പോൾ പാട്ട് കാണുകയാണ്, നമ്മൾ കേൾക്കുകയല്ല. മനസ്സുകൊണ്ടല്ല പാട്ട് കേൾക്കുന്നത്, ശരീരം കൊണ്ടാണ് കേൾക്കുന്നത്, കാണുകയാണ്. അപ്പോൾ നമ്മൾ കൂടെ എന്ത് ചെയ്യണം, ഡാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ പാട്ടിന് വന്നിട്ടുള്ള രൂപാന്തരത്തിൽ, ഗാനത്തിന് വന്ന രൂപാന്തരത്തിൽ, കവിതയ്ക്ക് വന്നിട്ടുള്ള പ്രത്യേക നാടൻ പാട്ടൊക്കെ അങ്ങനെയാണല്ലോ, രൂപാന്തരത്തിൽ ഇങ്ങനെ തീർച്ചയായിട്ടും വേറൊരു മോബിനെ പുള്ളി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്തത് ശരിയായില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇങ്ങനെയല്ല ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്. നമുക്ക് എത്രയോ സംഭവങ്ങൾ നാട്ടിലുണ്ട്. സമ്പന്നരായ ആളുകളെയൊക്കെ അവർക്ക് എന്തോരം ഇളവാണ് കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ സുരേഷ് ഗോപിയെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നു. നമ്മുടെ പിന്നെ എന്താണ് മോഹൻലാലിൻ്റെ ആന വിഷക്കമ്പനി, പക്ഷേ കേസ് കിടക്കുന്നു. കേസ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതും ഇയാൾ ജാമ്യത്തിലിറങ്ങി കേസായി കഴിഞ്ഞാൽ പിന്നെ കേസിൻ്റെ വഴിക്ക് പോകത്തേ ഉള്ളൂ, അല്ലാതെ എല്ലാം ജയിലിൽ കിടക്കത്തില്ലല്ലോ. ഇപ്പോൾ കോടതി കൊണ്ടുപോകുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. പക്ഷേ മോഹൻലാലിൻ്റെ കേസ് കിടക്കുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റൊരുപാട് നടന്മാരും മറ്റ് പൊതു ആളുകൾ ഒരുപാട് പേര് ഈ എന്താണ് ഈ നമ്മുടെ പുലിയുടെ പല്ലൊക്കെ എന്തിട്ടിട്ടുണ്ട്. പല സീരിയൽ നടന്മാർ കോമഡി അവതരിപ്പിക്കുന്ന ആളുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കർശനമായി നമ്മൾ വേറെ ആരെയും പിടിച്ചിട്ടുമില്ല. ഞാനൊക്കെ ധരിച്ചിരുന്നത് എന്താണെന്നറിയാമോ, ഇത് അത്ര വലിയ കുഴപ്പമില്ലെന്ന്. ഞാനിത് ഒരിക്കൽ മേടിക്കാൻ ശ്രമിച്ചത് അവരുടെ നിന്ന്. ഞാൻ മേടിച്ച് പോയേനെ, എങ്കിൽ ജോലി ആകുമായിരുന്നു. അത്ര കുഴപ്പം, കാരണം ഇത് പബ്ലിക്കിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതല്ലേ, പല സ്ഥലത്തും ചെന്നിരുന്നത് വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനെ മാർക്കറ്റിൽ പലയിടത്തും വാങ്ങാൻ കിട്ടുന്നൊരു സാധനം ഒരു ചെറുപ്പക്കാരനൊരു ഗായകൻ, അതും വളരെ പോപ്പുലറായി വളർന്നു വരുന്നൊരു ഗായകൻ ഉപയോഗിച്ചപ്പോൾ അത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് നിർത്താവുന്നതിന് പകരം അതിൻ്റെ നൂലാമാലകൾ അന്വേഷിച്ച് വനം വകുപ്പൊക്കെ കയറി കേസെടുക്കുന്നത് കണ്ടാൽ വീരപ്പനെ പിടിക്കുന്നതിനേക്കാൾ ആവേശമൊക്കെ കാണുന്നത് അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഒന്നുകിൽ ആരോ മുകളിൽ നിന്ന് വളരെ സംഘടിതമായി ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലോ ഉന്നത പൊളിറ്റിക്കൽ തലത്തിലോ രണ്ടുമുണ്ട്. ഉന്നതമായ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ആരുടെയോ വികലമായ മനസ്സോ മറ്റേതോ താല്പര്യം ഈ പയ്യനെ കൊടുക്കണമെന്നുള്ളതുണ്ട്. സാധാ പോലീസുകാരല്ല ഇത് ചെയ്യുന്നത്, അവർക്ക് ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഏതോ പൊളിറ്റിക്കൽ ലീഡർ ഞാൻ വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ അടക്കമുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കണം. ആരോ ഈ പയ്യനെ ടാർഗറ്റ് ചെയ്യുന്നു. ഇനി മ്യൂസിക്കുകാരാണോ എന്നുള്ള സംശയമുണ്ട്. അങ്ങനെയുണ്ടല്ലോ, ഇവൻ്റെ പ്രൊഫഷനിൽ നിൽക്കുന്ന ആളുകളുമുണ്ട് വേറെ. അങ്ങനെ ആരോ ഇതിൻ്റെ പിന്നിലുണ്ട്. എൻ്റെ ശക്തമായ വാദം അതാണ്. എൻ്റെ നിരീക്ഷണം, ഇതിൻ്റെ പിന്നിലുണ്ട്. അതാണ് ഇയാളെ വിടാതെ പിടിച്ചെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഒരു കണക്കിന് നന്നായിരുന്നാൽ വേറെ പോസിറ്റീവ് ആയിട്ടില്ല. അയാൾ കുറച്ചുകൂടെ ഫേമസ് ആയല്ലോ. വേടൻ നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാതിരുന്ന് കാണാത്തവർ ഇനിയിപ്പോൾ വേടൻ ആരെന്ന് തിരക്കി ഇറങ്ങുമല്ലോ. അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ കേരളത്തിൽ. അങ്ങനെ ഒരു ഗുണമുണ്ട്. നെഗറ്റീവ് പിന്നെ പോസിറ്റീവ് ആവും. അങ്ങനെ ഒരു ഗുണമുള്ള നാടാണിത്. പക്ഷേ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അത് ദളിതൻ വിഭാഗത്തിൽപ്പെട്ടവരും പട്ടികജാതി പിന്നോക്ക വിഭാഗത്തോളം വളരെ സാധാരണ ജാതിയിൽപ്പെട്ട ആൾ, സാധാരണ മീൻസ് നമ്മൾ പറയുന്ന സാധാരണ, അല്ലെങ്കിൽ ഞങ്ങൾ അധസ്ഥിതരായി നിൽക്കുന്നുവെന്ന് ചിന്തിക്കുന്ന വിഭാഗത്തിലുള്ളവരാണ്. അല്ല, ഞാൻ അങ്ങനെ മാറ്റി പറഞ്ഞു. അവരോട് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം ഈ സമൂഹത്തിൽ. കലാഭവൻ മണി നോക്കൂ, എത്ര വലിയ കലാകാരനായിരുന്നു. അവസാനം മദ്യത്തിൽ വിഷം കൊടുത്തൊന്നും കൊടുത്തില്ല എന്നുള്ള വാദം കിടക്കുകയാണ് ഇപ്പോൾ ഇവിടെ. അയാൾ ഓവറായി മദ്യപിച്ചു, അതിനകത്ത് വിഷം ഉണ്ടായിരുന്നു എന്നുള്ള വാദം ഇവിടെ ഉണ്ട്, തെളിയിച്ചിട്ടില്ല ഇതുവരെ. വിനായകൻ, അദ്ദേഹത്തിൻ്റെ ഭാഷ, ആ ബോഡി ലാംഗ്വേജ്, അദ്ദേഹം മത്സരിക്കുന്നത് മമ്മൂട്ടിയോടും മോഹൻലാലിനോടും രജനീകാന്തിനോടുമാണ് മത്സരിക്കുന്നതെന്ന് അദ്ദേഹം അറിയണം. ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നായകന്മാർക്കെതിരെയാണ്, അല്ലെങ്കിൽ നായകന്മാരെക്കാൾ ഉയരം വരാനാണല്ലോ ശ്രമിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒരു പക്വത അതിനകത്ത് കാണിക്കണം. അതുപോലെ തന്നെ വേടനും എന്ത് ചെയ്യണമായിരുന്നു? മയക്കുമരുന്നിനെതിരെ വർത്തമാനം പറയുമ്പോൾ കഞ്ചാവ് ഒന്ന് നിയന്ത്രിക്കണമായിരുന്നു. പക്ഷേ വേടൻ തന്നെ പറയുന്നുണ്ട്, ഞാനിത് നിർത്തണമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പറ്റിയിട്ടില്ല. അത് പുതിയ തലമുറ കേൾക്കേണ്ടതാണ്. ഇത് ഉപയോഗിച്ച് തുടങ്ങിയാൽ നിർത്താൻ അത്ര എളുപ്പമല്ല ഇതുപോലത്തെ കാര്യങ്ങൾ. അപ്പം മദ്യപാനത്തിൻ്റെ കാര്യത്തിൽ, പിന്നെ ഗഞ്ചാവ് ഉപയോഗിക്കുന്ന കാര്യത്തിലൊക്കെ വേടൻ കുറച്ചുകൂടി എന്ത് ചെയ്യണമായിരുന്നു, ഒന്ന് കെയർഫുൾ ആവണം. നമ്മളൊരു പൊതുസമൂഹത്തിലേക്ക് വളരാൻ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സ്വഭാവം കൂടി കേപ്പബിൾ ആയില്ലെങ്കിൽ നമ്മുടെ ഓരോ ദൗർബല്യത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും മറ്റുള്ളവർ. നമ്മുടെ സമ്പത്ത്, സ്വത്ത്, നമ്മുടെ സ്വഭാവം, നമ്മൾ പോകുന്ന വഴികൾ എല്ലാം അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം സമൂഹം അങ്ങനെ ആരെയും പെട്ടെന്ന് വളരാനൊന്നും അനുവദിക്കുന്നൊരു സമൂഹമല്ല. അത് ദളിതായാലും അനുവദിക്കത്തില്ല, ഇനി ബ്രാഹ്മണനായാലും അനുവദിക്കത്തില്ല, അത് വേറെ വിഷയം. അതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ കേസിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിലും പ്രശ്നമുണ്ട്. ഒരു സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഒരു കേസിൽപ്പെട്ടാൽ അയാൾക്ക് നല്ല വക്കീലിനെ വയ്ക്കാം, അയാൾക്ക് പിന്നെ കരം തീർത്ത് രസീത് കൊടുക്കാം, പിന്നെ തുക കെട്ടിവയ്ക്കാം, പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും കോടതിയിൽ നിന്ന്. സാധാരണ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു സാധാരണ ആളുകൾ കേസിൽപ്പെട്ടാൽ ഇറങ്ങാനൊന്നും എളുപ്പമല്ല, ജയിലിൽ കിടക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ തിരിച്ചറിവ് ആർക്കുണ്ടാവണം? ആ ചെയ്യാൻ പോകുന്ന ആളിനും ഉണ്ടാവണം. ഈ തിരിച്ചറിവ് ആർക്കുണ്ടാവണം? പോലീസിനുണ്ടാവണം. ഒരു ദളിതനെ പിടിച്ചുകൊണ്ട് പോയാൽ അവനെ വരാൻ ആരില്ല.
അവനെ ഇറക്കാൻ വരാൻ ഉടനെ ആളില്ല. അതുകൊണ്ട് വളരെ IPCയുടെ ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ എല്ലാ ആസ്പെക്റ്റും എടുത്തു വെച്ച് പണിയണ്ട. ചിലതൊക്കെ അല്ലാതെയും പണിഞ്ഞ് നന്നാക്കി എടുക്കാം ആളുകളെ. എല്ലാം നമ്മൾ തല്ലിയും IPC കൊണ്ടല്ലല്ലോ ആളുകളെ നന്നാക്കുന്നത്. ആ ഒരു 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 സ്ട്രാറ്റജി ആരെടുക്കണമായിരുന്നു? പോലീസും എടുക്കണമായിരുന്നു. അപ്പോൾ പോലീസും എടുക്കണം, ഗവൺമെൻറ്റും എടുക്കണമായിരുന്നു. ഗവൺമെൻറ്റും അത് എടുക്കണമായിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റും അങ്ങനെ എടുക്കുന്നില്ല, പോലീസും അങ്ങനെ എടുക്കുന്നില്ല. ആരാണോ സ്ഥാപിത താല്പര്യക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു ഇരയെ കിട്ടിയതുപോലെ ഇയാൾ ഉപയോഗിക്കുന്നതാണ്. അത് വളരെ മോശമായ ഒരു പ്രശ്നമാണ്. പക്ഷെ ഇങ്ങനെയാണ് കേരളം എന്നുള്ളത് ആര് തിരിച്ചറിയണം? ഇതാണ് കേരളം എന്ന് വേടന്മാർ, വിനായകന്മാർ മണിമരിച്ചുപോയി. ഇങ്ങനെയുള്ള ഇനി വരുന്ന തലമുറയിൽപ്പെടുന്ന ആളുകൾ തിരിച്ചറിയണം, ഇതാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാനൊരു വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിശാഗന്ധി പരിപാടിയിൽ അയാൾ പാട്ട് പാടിയപ്പോൾ 22,000 പേരാണ് കണ്ടു എന്ന് പറയുന്നത്. തുടങ്ങിയപ്പോൾ ഒരു 10,000 ഉള്ളതെന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് ലൈവും കൂടെ പോവുമായിരുന്നു. അതുകൊണ്ട് വീട്ടുകളിൽ നിന്ന് ചെറുപ്പക്കാരെല്ലാം സ്കൂട്ടറും ബൈക്കും എടുത്തുകൊണ്ടെന്ന് 22,000 ആയെന്ന് പറയണം. അപ്പോൾ അയാൾ നിർത്തി അവിടെ ആളുകളുടെ കൂട്ടം കൂടിയപ്പോൾ. പക്ഷേ 2,000 പേര് പോലും അല്ലെങ്കിൽ 200 പേര് പോലും ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ തെരുവിൽ ഇറങ്ങിയില്ല. ഇത് കേരളത്തിലേ നടക്കുകയുള്ളൂ. വേറെ ഏത് സ്റ്റേറ്റിലായിരുന്നെങ്കിലും വിജയ് അറസ്റ്റ് ചെയ്തപ്പോൾ, അമിതാഭ് ബച്ചനെ ഒരു ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തപ്പോൾ, ഒരുപാട് നടന്മാരെ അറസ്റ്റ് ചെയ്തപ്പോൾ, സെലിബ്രിറ്റികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായി തെരുവിൽ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു വളരെ വലിയ പ്രശ്നം, അതാണ് ഞാൻ ലാസ്റ്റിൽ പറഞ്ഞ പോയിൻ്റ്. ചെറുപ്പക്കാരെയാണ് ഇയാൾ ഇളക്കിയത് മനസ്സുകൊണ്ട്, പാട്ടുകൊണ്ട്. ആ ചെറുപ്പക്കാർ പോലും എന്ത് ചെയ്തില്ല? ചെറുപ്പക്കാരികൾ പോലും എന്ത് ചെയ്തില്ല? തെരുവിൽ പ്രതിഷേധിച്ചില്ല. തെരുവിൽ പ്രതിഷേധിക്കുമെന്ന് ഞാൻ കരുതി. അപ്പോൾ അവർക്കും എന്ത് മതിയായിരുന്നു? ഇയാളുടെ സ്റ്റേജ് പെർഫോമൻസ് മതി. അത് ഞങ്ങൾ പോയി കണ്ടു, ആനന്ദിച്ചു, സന്തോഷിച്ചു. അതിനപ്പുറമുള്ള ഈ വ്യക്തിയുടെ ക്രിയേറ്റിവിറ്റിയോ വ്യക്തിയോ നമുക്ക് വേണ്ട. ഇത് സമൂഹം നൽകുന്ന വലിയൊരു പാഠമാണ് ഇനി വരുന്ന തലമുറയ്ക്കും ഇതിൽ ഈ രംഗത്ത് വരുന്നവർക്കും. നമുക്കങ്ങനെ വേണ്ട ആളുകളെ. നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ രുചിക്കും താല്പര്യത്തിനനുസരിച്ചുള്ള സംവിധാനം കഴിഞ്ഞാൽ നമ്മൾ ആളിനെ കളഞ്ഞളയും. അതുകൊണ്ട് ഈ കേസ് കോടതിയായാലും ഗവൺമെൻറ് ആയാലും പോലീസുകാർ ആരായാലും പൊതുസമൂഹമായാലും കുറേ കൂടി പക്വതയോടുകൂടി കൈകാര്യം ചെയ്യണം. അയാൾ ഉയർത്തുന്ന രാഷ്ട്രീയവും അയാൾ പറയുന്ന സന്ദേശവും വളരെ വലുതാണ്. രാഷ്ട്രീയമൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ആ സന്ദേശം വളരെ വലുതാണ്. അത് പണ്ട് കുഞ്ചൻ നമ്പ്യാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു പണിയാണ്. അത് ചെയ്യാൻ നമ്മൾ അനുവദിക്കണം തീർച്ചയായിട്ടും.